ഹേമൻ, നിങ്ങൾ ഈ പുറകെ കാണുന്നത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ദുബായാണ്. ഓരോ നിമിഷവും ഇതിന്റെ ഓരോ വളർച്ചയ്ക്കായിട്ട് ഇവിടുത്തെ പീപ്പിൾ ഗവൺമെന്റും ഒരുമിച്ച് പ്രയത്നിച്ചു അഘോരാർത്ഥം പണിയെടുത്തുകൊണ്ടിരിക്കുക. ഇതൊന്നും നമ്മുടെ ഗവൺമെന്റ് കാണുന്നില്ലേ? ഇതൊന്നും നമ്മുടെ ഗവൺമെന്റ് അറിയുന്നില്ലേ? എത്ര കാലങ്ങളായി, നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിലുള്ള ആളുകളാണ് ഇവിടെ പണിയെടുക്കുന്നത്, ഇവിടെ ഓരോരോ കാര്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതും. നമ്മുടെ ഈ ചുറ്റും നോക്ക്, കണ്ടാൽ തന്നെ കണ്ടെങ്കിലും മനസ്സിലായി. ഒരു തരിശു ഭൂമിയെ ഇത്ര മനോഹരമാക്കിയിട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, മരുഭൂമിയായിരുന്നു. കണ്ണത്ത ദൂരത്ത് ആളുകൾക്ക് എത്തിപ്പെടാൻ പോലും സാധിക്കാതെ കിടന്ന, അതും വളരെ കാലങ്ങളൊന്നും ആയില്ല. നമ്മുടെ നാട്ടിൽ പ്രകൃതി കരിഞ്ഞു നൽകിയതായിട്ടുള്ള പുഴകളോ ആറുകളോ മറ്റുള്ള പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളോ മറ്റൊന്നും തന്നെ ഇല്ല ഇവിടെ. ഇവിടെ എന്ന് പറയുന്നത് എന്താ പറയുക, തരിശു ഭൂമി എന്ന് പറയുമ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അറേബ്യൻ നേഷനിലെല്ലാം എന്തായിരുന്നു അവസ്ഥയെന്ന്. ഇന്നിവിടുത്തെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് ടൂറിസമാണ്. ഈ പറയുന്ന നമ്മൾ ഒന്നുമില്ലാത്തടുത്ത് ഡ്രൈ ലാൻഡായി കിടന്ന സ്ഥലത്തെ ഇങ്ങനെ മാറ്റിയെടുത്ത് ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ്, ഇവിടുത്തെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് ടൂറിസം തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ ബാക്കിയെല്ലാം. നമ്മുടെ നാട്ടിൽ എല്ലാം ഉണ്ടായിട്ടും അതൊന്നും സംരക്ഷിക്കാൻ വയ്യാതെ അതൊക്കെ കാലാകാലങ്ങളായിട്ട് നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലേക്കാണ് വരുന്നത്. ശരിക്കും നമുക്ക് ഈ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ നാടുമായി ഉപമിക്കുന്നതിൻ്റെ കാര്യം, നമുക്ക് എത്രത്തോളം വളരാം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ആകെ അറിയാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കുറേ മദ്യം ആളുകളിലേക്ക് ഗവൺമെൻറ് ഒഴുക്കിവിടുക. നേരം വെളുക്കുമ്പോൾ തുടങ്ങി പാതിരാത്രി വരെ കള്ളു കുടിക്കാനായിട്ട് ബിവറേജ് ഓപ്പറേഷനുകൾ തുറന്നു വെച്ച് കൊടുക്കാതെ ചെറിയൊരു കടയിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന ചെറിയൊരു വരുമാനം ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും മാറി അവൻ രാവിലെ തുടങ്ങി പാതിരാത്രി വരെ ജോലി ചെയ്ത് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കി അവൻ അതിൻ്റെ പെർസെൻറ്റേജ് ഗവൺമെൻറ്റിലേക്ക് അടക്കട്ടെ. ഇതിനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടാക്ക്. ഒരു നാട് മൊത്തം നശിച്ച് നിൽക്കുമ്പോൾ, അവിടുത്തെ ജനങ്ങൾ സ്തംഭിച്ച് നിൽക്കുമ്പോൾ, അവിടെ നിന്ന് പീപ്പിളിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാതെ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല. അവിടെ സാധാരണക്കാരൻ്റെ സ്പന്ദനം അറിയണം. അവനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച് അവനെ അവിടെ നിന്ന് തുരത്തി ഓടിക്കുന്ന ഒരു ഗവൺമെൻറ് സിസ്റ്റം അല്ലാതെ അവൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പെരുമാറുന്നൊരു ഗവൺമെൻറ് സിസ്റ്റം നമുക്ക് കൊണ്ടുവരണം. അല്ലാതെ ഇന്നും രാജകീയ പദവിയുമായി തലയിക്കെട്ടുമായിട്ടിരിക്കുന്ന കുറേ ആളുകൾ ഉൾപ്പെടുത്തി നിൽക്കുന്ന കുറേ അണികളെയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തു ആവുമെന്നുള്ളൊരു ഭാവമില്ലേ? അത് മാറണം. സാധാരണക്കാരൻ്റെ കാശ് കൊണ്ടാണ് ജീവിക്കുന്നത്, അവൻ്റെ നിത്യത്തൊഴിൽ, അവൻ്റെ വിയർപ്പാണ് നീയൊക്കെ തിന്ന് ജീവിക്കുന്നതെന്നുള്ളൊരു ബോധം, ആ സാധനത്തിലാണ് നമ്മൾ നിലനിൽക്കേണ്ടത്. അവരെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടത്. അല്ലാതെ ശരിക്കും ജനങ്ങൾ ഭയന്ന് ജീവിക്കുകയല്ലേ നമ്മുടെ നാട്ടിൽ? ശരിക്കും ഭയന്ന് ജീവിക്കുകയാണ് യഥാർത്ഥത്തിൽ നാട്ടിൽ. അവിടെ ഒരു ഉണ്ടെന്നല്ലാതെ നമ്മൾ എന്ത് സ്വാതന്ത്ര്യമാണ് അവിടെ അനുഭവിക്കുന്നത്? ഈ പറയുന്ന കുറേ റൂളുകൾ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ ഈ പറയുന്ന റൂളിന് അധിഷ്ഠിതമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ട് പലർക്കും പല റൂളുകൾ. ആരനുസരിക്കും? ആരും അനുസരിക്കത്തില്ല. നമുക്ക് രാജ്യത്തിൻ്റെ വളർച്ചയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്പദ്ഘടനയിലെ ഒരു പുരോഗമനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇനിയും ഈ പറയുന്നത് പോലെ തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. ആളുകൾ സംസാരിച്ച് തുടങ്ങാവും, കാര്യങ്ങളെല്ലാം വീണ്ടും പഴയതിനേക്കാൾ ഭംഗിയായ രീതിയിൽ അവിടെ ബിസിനസ് കാര്യങ്ങളെല്ലാം റെഡിയാവും. പക്ഷേ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. ഞാനെന്തിനാണ് ഇത്ര രോക്ഷാകുലനായി സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കടമയും കൂടെയാണിത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുമ്പിലുള്ള വീഡിയോകളിലും പറഞ്ഞതുപോലെ, ഈ പറയുന്നത് പോലെ എനിക്ക് മിണ്ടാതെ നിന്ന് ഉണ്ടും കുടിച്ചും പോയാൽ മതിയെങ്കിൽ ഇവിടെ കിടന്നാൽ മതി. ഞാൻ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സാധ്യത കാണുകയുണ്ടായി. അതിനുവേണ്ടി എല്ലാം കഴിയുന്നതിൻ്റെ അങ്ങേയറ്റം ഞാൻ ചെയ്യുകയുണ്ടായി. പക്ഷെ അതിന് കിട്ടിയ പരിമിത ഫലമെന്ന് പറയുന്നത് നമ്മൾ ചെയ്ത എന്തോ മഹാപരാധം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് അവസാനം ആക്കിയെടുത്തത്. മനസ്സിലായോ? അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീണ്ടും അവിടെ നിൽക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഇവിടെ വന്നത്. കോപ്രായങ്ങളുടെ പുറയിലാണ് ഇപ്പോൾ കുറെ കോപ്രായങ്ങൾ കാണിച്ച് നടക്കുന്നത്. ഇതൊന്നും സംസാരിക്കുന്നതൊക്കെ വേസ്റ്റ് ഓഫ് ടൈം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. പക്ഷേ സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കുറച്ച് പേരെങ്കിലും ഉണ്ടെന്നുള്ളൊരു ബോധമുണ്ട്. മനസ്സിലായോ? ഇന്നും ആ ഒരു ബോധത്തിൽ ജീവിക്കുന്ന കുറച്ച് ആളുകളെങ്കിലും ഉണ്ടെന്നുള്ളൊരു ഇതുണ്ട്, സാമൂഹ്യ ബോധത്തോടു കൂടി ജീവിക്കുന്ന. അപ്പോൾ അങ്ങനൊരു സാമൂഹ്യ ബോധമുള്ള ഒരു മനുഷ്യനായി മാറാനും നമുക്ക് ഒരുമിച്ച് മുന്നേറാനും ആ നാട്ടിൽ നല്ലൊരു മാറ്റം ഉണ്ടാവാനും ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. ഇപ്പോൾ തൽക്കാലം നമ്മുടെ സാഹചര്യങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ വീട്ടിൽ അരി വേവത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് ഓടിയത്. പറ്റുന്നതിൻ്റെ അപ്പുറം നിന്ന് ദാരിദ്ര്യത്തിൻ്റെ ഇങ്ങനെ അറ്റം അനുഭവിക്കാവുന്നതും അനുഭവിച്ചിട്ടാണ് അവിടെ നിന്ന് കയറുന്നത്. മാറാതിരിക്കത്തില്ല.
ഈ ഒരു പ്രതീക്ഷ തന്നെയാണ് എന്നും നിലനിർത്തിയിട്ടുള്ളത്. അങ്ങനെ പ്രതീക്ഷകൾ കൈവിട്ട് കെട്ടിപ്പൊക്കിയതാണ് ഇതെല്ലാം. നമ്മുടെ ആളുകൾ വന്ന് ചെയ്തതാണ് ഇതെല്ലാം. അപ്പോൾ അതൊരു പ്രതീക്ഷയായി തന്നെ നിലനിൽക്കാതെ, അല്ലെങ്കിൽ ഇതിനെതിരെ ആക്രമണ രീതിയിലേക്ക് കാര്യങ്ങൾ ചിന്തിക്കാതെ, ഇതിന് സൊല്യൂഷൻ കാണുന്നതെന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ആളുകളെ കുരുക്കിയിടാതെ, നിയമക്കുരുക്കുകളാൽ കുരുക്കിയിടാതെ അവനെ സ്വതന്ത്രമായി ചിന്തിക്കുവാനും അവന് പ്രവർത്തിക്കുവാനും അവനൊരു സ്വാതന്ത്ര്യം കൊടുക്കും. നിങ്ങൾ ഈ ബ്രിട്ടീഷുകാരെക്കാളും നികൃഷ്ടമായ രീതിയിലുള്ള പെരുമാറ്റം ഇന്നും ആ ബ്രിട്ടീഷ് തലമുറയാണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇന്ന് അവിടെ ഭരിക്കുന്നതെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇതൊക്കെ ഒരു മാറ്റം വേണ്ടേ? നമ്മൾ ഇന്ത്യക്കാരല്ലേ, ഭാരതീയനല്ലേ, ആ മണ്ണ് നമ്മുടെ അല്ലേ. നമ്മളെന്തിനാ ഈ പറയുന്ന പല്ലവൻ്റെയും ഇത് മനസ്സിലാക്കി ജീവിച്ച കാലം കഴിഞ്ഞില്ലേ? പുതിയ കാര്യങ്ങൾ, പുതിയ തലമുറ, ന്യൂ തിങ്ക് ആൻഡ് തോട്ട്സ് കൊണ്ടുപോവാ. ഉറപ്പായിട്ടും അവിടെ വിജയിക്കും.